10-12 മണിയൊക്കെ ഇറങ്ങാനുള്ള പ്ലാനിലാണ്. നീ നൈറ്റ് ഫുൾ ഓടിക്കൂ. അതിപ്പോൾ മാറി മാറി ഓടിക്കാമല്ലോ. നീ പ്രിയയുടെ കാര്യം അമ്മയോട് പറഞ്ഞോ? ആടാ, അതിന് തന്നെ പോണത് ശരിക്കും പറഞ്ഞാൽ. ഓക്കെ. ഇനിയിപ്പോൾ വഹിച്ചിട്ട് കാര്യമില്ല. അമ്മയുടെ അടുത്ത് എങ്ങനെയെങ്കിലും നൈസായിട്ടത് പ്രസൻറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. നീ എന്തായാലും വന്നിട്ട് പറയ് ഡീറ്റെയിൽ അമ്മ എന്ത് പറഞ്ഞു. ഹലോ, അത് മതി. ഹലോ, ഹലോ. ഓക്കെ, അപ്പോൾ എന്തായാലും നിൻ്റെ പരിപാടിയൊക്കെ നടക്കട്ടെ. നീ എന്നെത്തും? ഞാൻ കൂടിപ്പോയ ഒരു 4 ദിവസം അതിനുള്ളിൽ മടങ്ങും. ഓക്കെ. ഇവിടെ ഇനി കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഓക്കെ, ശരിടാ, ബൈ. എന്താ ഇത്? എന്താ മോളെ, ഇതൊന്നും ഇട്ട് നീ അവിടെ പോയി നിൽക്കരുത്. ഇപ്പോഴും നേരം വെളുക്കാത്ത ആൾക്കാരുള്ള നാട്ടിലേക്കാണ് നിന്നെ കൊണ്ടുപോകാൻ പോണത്. അതും പോരാത്തതിന് എൻ്റെ അമ്മ എന്നെ കൊണ്ടൊരു നാട്ടുമ്പുറത്തുകാരെ കൊണ്ട് കെട്ടിക്കോളൂ എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അവിടേക്ക് ഈ വേഷത്തിൽ നിന്നെ കണ്ടു കഴിഞ്ഞാൽ വിളക്കല്ല, എൻ്റെ അമ്മ ചൂലെടുക്കും. അത്രയ്ക്ക് പഴഞ്ചനാണോ ഹരിയടമ്മ? കുറച്ച്. ഓക്കെ, സെറ്റ്. ഇതാണ് എൻ്റെ തറവാട്. എങ്ങനെയുണ്ട്? കൊള്ളാം. ബാ, അമ്മേനെ കാണാം. ലക്ഷ്മിക്കുട്ടി, നീ എന്താ ഇവിടെ? ഞാനെന്താ ഇവിടെ എന്നാ? എന്ത് ചോദ്യം എൻ്റെ ലക്ഷ്മിക്കുട്ടി ചോദിക്കുന്നേ? നിനക്കൊന്ന് പറയായിരുന്നില്ലേ വരുന്ന കാര്യം? ഞാൻ പറഞ്ഞിട്ട് വന്നിരുന്നെങ്കിൽ ഞെട്ടി നിൽക്കുന്ന ലക്ഷ്മിക്കുട്ടി അമ്മനെ കാണാൻ പറ്റുമായിരുന്നോ? ഞാൻ പുറത്തെത്തിയപ്പോൾ തന്നെ നല്ല മാമ്പഴ പുളിശ്ശേരിയുടെ മണം കിട്ടി. എന്തായാലും ഞാൻ വന്ന സമയം കൊള്ളാം. ഇതുപോലൊരു മാമ്പഴ പുളിശ്ശേരി നീ നിന്റെ ജീവിതത്തിൽ കഴിച്ചിട്ടുണ്ടാവത്തില്ല. വേറെ ലെവൽ ടേസ്റ്റാണ്. അമ്മ, ഇത് പ്രിയ, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആളാണ്. ഇവള് പഠിച്ചൊക്കെ ദുബായിലാണ്. അപ്പോൾ ഞാൻ നാട്ടിൽ വരെന്ന് പറഞ്ഞപ്പോഴേക്കും എൻ്റെ കൂടെ ഇങ്ങനെ വരാമെന്ന് പറഞ്ഞു. ഓക്കെ, ശരി, ഞാൻ അമ്മേനെയും കാണിച്ചു തരാമെന്ന് പറഞ്ഞു. നിനക്കൊന്ന് പറയായിരുന്നില്ലേ? ഇപ്പൊ ഈ കുട്ടി വന്നിട്ട് കഴിക്കാനൊന്നുമില്ലല്ലോ. ആന്റിയുടെ കുക്കിങ്ങിനെ പറ്റി ഹരി നല്ല ബിൽഡപ്പായിട്ടാ തന്നേക്കണേ, പ്രത്യേകിച്ച് മാമ്പഴ പുളിശ്ശേരി. ഇവൻ ചുമ്മാ പറയുന്ന മോളെ. അല്ല, ഇതെന്താ പ്രത്യേകിച്ച് പായസം ഉണ്ടാക്കി വെച്ചേക്കുന്നേ? എനിക്ക് തോന്നി ഉണ്ടാക്കി. ഓ, ഞാൻ വരുന്നു വിചാരിച്ചു. നിങ്ങളൊന്നും കഴിച്ചിട്ടുണ്ടാവില്ലല്ലോ. എവിടുന്ന് കഴിക്കാൻ നല്ല വിശപ്പുണ്ട്. പോയി കൈ കഴുകിട്ട് വാ. ഓക്കെ, ബാ, കൈ കഴുകിട്ട് വരാം. എങ്ങനെയുണ്ട്? ഞാൻ നിനക്ക് സ്ഥലം കാണിച്ചു തരാം. ബാ. പണ്ട് ഞാൻ ആരും കാണാതെ സിഗരറ്റ് വലിക്കുന്ന സ്ഥലമാണ് ഇവിടെ. പിന്നെ ഇടയ്ക്ക് ഒരു ബിയർ കൊണ്ടുവരും, എന്നിട്ട് ആരും കാണാതെ രാത്രി എന്നടിക്കും. എങ്ങനെയാ ഹരി ഇതുപോലൊരു സ്ഥലം മിസ് ചെയ്ത് ബാംഗ്ലൂർ വന്ന് നിൽക്കാൻ പറ്റണേ? എടാ, എൻ്റെ 20 വയസ്സ് വരെ ഞാൻ ജനിച്ചതും വളർന്നൊക്കെ ഇവിടെയാണ്. അപ്പോൾ എനിക്കിതൊരു ഭയങ്കര നോർമൽ ഫീലാണ്. നിനക്ക് തോന്നിയ ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്ക് കിട്ടത്തില്ല. അപ്പം അമ്മയെ മിസ് ചെയ്യാറില്ലേ? ഞാൻ അമ്മേനെ പണ്ട് മുതലേ വിളിക്കുന്നതാണ് ബാംഗ്ലൂരിലേക്ക് താമസം മാറാനായിട്ട്. പക്ഷെ അമ്മ പറയും അച്ഛൻ മരിച്ച് ഇവിടെ ആയതുകൊണ്ട് ഞാൻ വരത്തില്ലെന്നൊക്കെ. ഹരിയുടെ എത്രാമത്തെ വയസ്സിൽ അച്ഛൻ മരിക്കുന്നത്? എനിക്കിന്ന് 5 വയസ്സെന്തോ ആണ്. അച്ഛനുമായിട്ട് അങ്ങനെ ഓർക്കാൻ പാകത്തിലുള്ള മെമ്മറീസ് ഒന്നും എനിക്കില്ല. എനിക്കും അമ്മയ്ക്കും അച്ഛനങ്ങനെ കിട്ടിയിട്ടില്ല എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഫുൾ ടൈം ഓരോ രാഷ്ട്രീയമായിരുന്നു. ഒരുപക്ഷെ ആ പ്രസ്ഥാനം തന്നെ ആയിരിക്കാം അച്ഛനെ കൊലക്കി കൊടുത്തത്. അച്ഛൻ മരിക്കുമ്പോൾ അമ്മയ്ക്ക് 26 വയസ്സെന്തോ ആണ്. 26 വയസ്സോ? ലൈഫ് തുടങ്ങുന്ന പ്രായം. അമ്മ പിന്നെ വേറെ കല്യാണം നോക്കാത്ത എന്താ? ആൻറ്റീനെ സമ്മതിക്കണമല്ലേ? സ്ട്രോങ് ആയി നിന്നെ വളർത്തിയെടുത്തില്ലേ? അമ്മേനൊരു സെക്കൻഡ് മാരേജ് കഴിപ്പിക്കുന്നതിനെ പറ്റി നീ ഒരിക്കലും ചിന്തിച്ചിട്ടില്ലേ? എന്തോന്ന് നീ എന്തൊക്കെയാ പറയുന്നത്? ആരോ വന്നു തോന്നുന്നു. വാ. ഉണ്ടെങ്കിലേ മോനെ ഇപ്പം എത്തി?
എന്തുകൊണ്ട് വിശ്വസിച്ച് എത്ര ആളെ കണ്ടിട്ട്? അതിന് താൻ ആണ്ടിലും കൊല്ലത്തിലും അല്ലേ എത്തുന്നത്, പിന്നെ എങ്ങനെ കാണാനാ? ഇടയ്ക്ക് വിളിച്ചുകൂടെ തനിക്ക്? എപ്പോഴും വിളിക്കണം വിചാരിക്കും, പിന്നെ ഓരോ തിരക്കായിട്ടങ്ങ് വിട്ടു. എല്ലാവർക്കും തിരക്ക് തന്നെ. അങ്കിൾ ഇത് പ്രിയ, എൻ്റെ കൂടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നതാണ്. പ്രിയ ഇത് ഉണ്ണിയങ്കിൾ, അച്ഛൻ്റെ ക്ലോസ് ഫ്രണ്ടായിരുന്നു. അങ്കിൾ ഞാൻ വന്നു എന്ന് അറിഞ്ഞ് വന്നതാണോ? അമ്മ ഒരു മരുന്ന് വാങ്ങണ കാര്യം പറഞ്ഞിരുന്നു, ഓ അതുകൊണ്ട് വന്നതാ. താൻ വന്നു എന്ന് ഈ വണ്ടി കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. ഞാൻ അമ്മേനെ വിളിക്കാം. അമ്മേ, ദേ ഉണ്ണിയങ്കിൾ വന്നേക്കുന്നത്. അതെ വരുന്നേ. പിന്നെ എന്തൊക്കെയാ തൻ്റെ വിശേഷങ്ങൾ? ജോലിയൊക്കെ എങ്ങനെ പോകുന്നു? നല്ല തന്നെ, ഒരു വിശേഷമുണ്ട്, അത് ഞാൻ പറയാം. ഇതാ സ്ഥിരം കഴിക്കുന്ന മരുന്ന് കിട്ടിയില്ല, ഇത് വേറെ കമ്പനിയുടെ, കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ശരി, ഓക്കെ ഞാൻ പോവാ. ഓക്കെ, പാർട്ടി മീറ്റിംഗ്. ശരി ശരി. ഉണ്ണി ഒന്ന് നിന്നേ, ഇപ്പൊ വരാം. കുറച്ച് മാമ്പഴ പുളിശ്ശേരിയും പായസാണേ. എന്നാ ശരി. അങ്കിളെ ഒരു മിനിറ്റ്. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. രതീഷിൻ്റെ വാട്സാപ്പ് സ്റ്റാറ്റസ് കണ്ടായിരുന്നു. ശരി. ഒരു രാത്രി കൊണ്ട് അനാഥമായി പോയ ജീവിതം. എന്തുപറ്റി? 2010 ഉരുൾപൊട്ടലിൽ ഭാര്യയും പോയി, മക്കളും പോയി. ഒരു വയസ്സുള്ളപ്പോൾ ഫോട്ടോ ആയത്. ഇതിലാന്ന് തോന്നുന്നത്. നിങ്ങൾ ഇഷ്ടത്തിലാണല്ലേ? എനിക്ക് മനസ്സിലാവും. ആൻറ്റി അത് ആൻറ്റിയല്ല, അമ്മ, അങ്ങനെ വിളിച്ചാൽ മതി കേട്ടോ. എന്നെക്കൊണ്ട് സമ്മതിപ്പിക്കാനാണല്ലേ അവൻ്റെ ഈ കാട്ടിക്കൂട്ടലുകളൊക്കെ? അവൻ എന്താണ് ഇഷ്ടം അത് തന്നെയാണ് എൻ്റെ ഇഷ്ടം. എനിക്കാണെ മോളെ ഇഷ്ടമായി. മോളുടെ അച്ഛനും അമ്മയൊക്കെ? എനിക്ക് 10 വയസ്സുള്ളപ്പോൾ സെപ്പറേറ്റ് ആയത് അവർ. ഇപ്പം രണ്ടുപേരും അവരവരുടെ ഫാമിലിയൊക്കെ ആയിട്ട് ദുബായിലുണ്ട്. എല്ലാ മാസവും ചിലവിന് കാശ് ചേർന്നൊരു ബന്ധം, അതുമാത്രമേ ഇപ്പം ഞങ്ങൾ തമ്മിലുള്ളൂ. എനിക്കിവിടെ വന്നപ്പോൾ നഷ്ടപ്പെട്ട എന്തൊക്കെയോ തിരിച്ചിട്ടൊരു ഫീലായിരുന്നു. ആരുമില്ല എന്ന് വിചാരിക്കണ്ട കേട്ടോ, മോൾക്ക് ഇനി അമ്മയുണ്ട്. നിങ്ങളവിടെ ഒരുമിച്ചാണോ താമസം? അത് ആണെന്ന് അമ്മയ്ക്കറിയാം. അവൻ്റെ വിചാരം ഞാനൊരു പഴഞ്ചനാണെന്നാ. ഞാൻ അവനേക്കാൾ അപ്ഡേറ്റാ മോളെ. അവൻ ഇപ്പോഴും ചില കാര്യങ്ങളിൽ പഴഞ്ചൻ തന്നെയാണ്. ഒരു കണക്കിന് നന്നായി, തമ്മിൽ മനസ്സിലാക്കാമല്ലോ. അവന് ചില കാര്യങ്ങളിൽ ഇച്ചിരി പിടിവാശി ഉണ്ടെന്നേ ഉള്ളൂ. ആളൊരു പൊട്ടനാ. എന്താ രണ്ടുപേരും കൂടെ പരിപാടി? മോൾക്ക് ഞാൻ നിന്റെ പഴയ ആൽബമൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുമായിരുന്നു. നാട്ടിച്ചല്ലേ? എന്നാ നിങ്ങൾ സംസാരിക്കേ. എന്തായിരുന്നു അമ്മയായിട്ട് കാര്യമായിട്ട് സംസാരം?
എനിക്ക് നിന്നോട് അസൂയ തോന്നുന്നു ഹരി, ഇതുപോലൊരു അമ്മയെ കിട്ടിയതിൽ. എങ്കിൽ നീ എടുത്തോ. എപ്പോഴും എടുത്തു. അമ്മേ. എന്താടാ? അമ്മ, ആ എനിക്ക് അമ്മയുടെ അടുത്തത് എങ്ങനെ പറയണമെന്നൊരു നീ പിടിയില്ലായിരുന്നു. പറഞ്ഞോ. അമ്മ ഓക്കെ അല്ലേ? അവളെ ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ? എനിക്കിഷ്ടമായിടാ, നല്ല വെച്ചല്ലേ അത്. ആ, എനിക്ക് വേറൊരു കാര്യം കൂടെ പറയാനുണ്ടായിരുന്നു. എന്താടാ പറഞ്ഞോ. നമുക്ക് കല്യാണം ഉടനെയാണ് നടത്തണം. ആ കാരണം എനിക്ക് US നിന്ന് ഒരു ഓഫർ വന്നിട്ടുണ്ട്. 6 മാസത്തിനകം എനിക്ക് അവിടെ ജോയിൻ ചെയ്യണം. അമേരിക്കയ്ക്കോ? ആ അതെ, നല്ല ഓഫറാണ്, കുറച്ച് പേർക്ക് കിട്ടുന്ന ഓഫറാണ്. പക്ഷേ എനിക്ക് അമ്മയുടെ കാര്യം ആലോചിച്ചപ്പോഴാണ് ഒരു വിഷമം. ഞാൻ പോയി കഴിഞ്ഞാൽ പിന്നെ അമ്മ ഒറ്റയ്ക്കാവത്തില്ലെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അതൊന്നും കുഴപ്പമില്ലടാ, നീ പോയിക്കോ. ഞാനല്ലെങ്കിൽ ഇവിടെ തനിയല്ലേ, നീ ധൈര്യമായിട്ട് പോകാനുള്ള കാര്യങ്ങളൊക്കെ നോക്കിയോ. അമ്മ 1 വർഷത്തെ കാര്യമുള്ളൂ, അത് കഴിഞ്ഞാൽ ഞാൻ അമ്മേനെ തിരിച്ചങ്ങ് കൊണ്ടുപോകാം. ഞാൻ അമേരിക്കയ്ക്കോ? ഒന്ന് പൊയ്ക്കേടാ അവിടുന്ന്. അമ്മേ, ഞാൻ കാര്യമായിട്ടാണ് പറഞ്ഞത്. ഞാനൊന്നുമില്ല, എനിക്ക് വിമാനത്തിൽ കയറാൻ പേടിയാ. നീ പോകാനുള്ള കാര്യങ്ങളൊക്കെ നോക്കിയോ. എടാ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്താ? ആ ധാര ഇത്. വാ വാ. എന്താ മോനെ ഇങ്ങോട്ടേക്കൊക്കെ വരാൻ തോന്നിയത്? അങ്കിളെ, അമ്മ എല്ലാം പറഞ്ഞു. വളരെ മോശമായിപ്പോയി. നിങ്ങൾ ഇങ്ങനെയല്ല ഞാൻ കണ്ടത്. ഒന്നിലും അച്ഛൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നല്ലോ നിങ്ങൾ. മോനെ ഞാൻ പോകുമ്പോൾ അമ്മേനെയും കൊണ്ടുപോകും. ഇനി അമ്മേനെ കാണരുത്, എനിക്കിത് ഇഷ്ടമല്ല. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ കൂടിപ്പോവും. അത് നിങ്ങൾ താങ്ങത്തില്ല. പ്രിയ, പെട്ടെന്ന് ഇറങ്ങ്, നമുക്ക് പോവാം. എന്തു പറ്റി? പെട്ടെന്നെന്താ? ആന്നുമില്ല, നീ പെട്ടെന്ന് ബാഗ് ബാക്കി, നമുക്ക് പോവാം. അല്ല, എങ്ങോട്ടാന്ന് പറ. ഇനി അച്ഛൻ്റെ ഇമോഷൻ പറഞ്ഞ് ഇവിടെ നിൽക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഞാൻ പോകുമ്പോൾ കൂടെ കയറി പോര്, അല്ലെങ്കിൽ നാട്ടുകാരെ കളിയൊക്കെ കേൾക്കേണ്ടി വരും. ഹരി, എന്താണ്ടായേ? നീ എന്തിനാ അമ്മയോട് ദേഷ്യപ്പെട്ടിറങ്ങിയെന്ന്? എടാ, കാര്യം എന്താന്ന് പറയാൻ. എനിക്കത് പറയാൻ നേരം നാണക്കേട് തോന്നുന്നു. നിനക്ക് എന്നോട് പറഞ്ഞൂടെ? ഹരി, കാര്യം എന്താന്ന് പറയടാ. നീ എങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ല. അമ്മ പറഞ്ഞു, അമ്മയ്ക്ക് എൻ്റെ അടുത്ത് എന്തുകൊണ്ട് പറയാലോ. എടാ, ഞാനും ഉണ്ണിയെങ്കിലും തമ്മിൽ സ്നേഹത്തിലാ. എന്ത്? എടാ, നിനക്കിതെങ്ങനെ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. ഒരിക്കൽ പോലും ഇനിയൊരു ജീവിതത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ല. പിന്നെ നമ്മൾ പോലും അറിയാതെ ഒറ്റയ്ക്കായി പോണ ചില സമയത്ത് ചിലർ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. എനിക്ക് ഉണ്ണിക്ക് ഞാനുമായിരുന്നു അത്. നിനക്കിത് എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. എടാ, നിനക്ക് സമ്മതമാണെങ്കിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിച്ചാൽ കൊള്ളാം. ഇതിന് നീ എന്തിനാ ഇത്ര ദേഷ്യപ്പെടുന്ന ഹരി? പ്രിയ, നീ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കല്ലേ. നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇത് നാട്ടുകാർ അറിഞ്ഞാൽ അവരെന്തു പറയും? പുറത്തേക്ക് നടക്കാൻ പറ്റത്തില്ല. നാട്ടുകാരെന്ത് പറയുന്നുള്ളതാണ് നിന്റെ പ്രശ്നം. എടാ, സത്യം പറഞ്ഞ ഇതറിഞ്ഞപ്പോൾ എനിക്കെന്ത് സന്തോഷമായി എന്നറിയോ? ആരുടെ അമ്മയ്ക്ക് പ്രാന്ത് പിടിച്ചാൽ കാണാൻ നല്ല ചൈലായിരിക്കും. ഹരി, ഇപ്പൊ അമ്മയല്ല, നീയാ പഴഞ്ചൻ. എടാ, നീ എന്തിനാടാ മറ്റുള്ളവരെ നോക്കുന്നേ? മറ്റുള്ളവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാനിരുന്നു കഴിഞ്ഞാൽ അതിനേ സമയം ഉണ്ടാവുള്ളൂ. നീ എന്നൊന്ന് ആലോചിച്ച് നോക്ക്. അച്ഛൻ മരിച്ചതിന് ശേഷം ഇത്രയും കാലം അമ്മ നിനക്ക് വേണ്ടിയില്ലേ ജീവിച്ചേ? ഇപ്പം നിന്റെ ലൈഫ് ഓൾമോസ്റ്റ് സെറ്റായി കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് ആഗ്രഹമുള്ള ലൈഫിനെ പറ്റി അമ്മ നിന്നോട് പറഞ്ഞു. അമ്മ അമ്മയ്ക്ക് വേണ്ടി ജീവിക്കട്ടെടാ. ഇനി നീ അതിനെ സപ്പോർട്ട് ചെയ്യല്ലേ വേണ്ടേ? ഇപ്പോഴാവുമ്പോൾ നിനക്ക് ഇടയ്ക്കെങ്കിലും വന്ന് അമ്മേനെ കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ US പോയി കഴിഞ്ഞാൽ അമ്മയുടെ അവസ്ഥ എന്തായിരിക്കും നീ ചിന്തിച്ചിട്ടുണ്ടോ?
എനിക്ക് പെട്ടെന്നത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലടാ അത്. ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്നൊരവസ്ഥയുണ്ടല്ലോ, അത് മറ്റാരെക്കാളും നന്നായിട്ട് എനിക്ക് മനസ്സിലാവും. നിന്റെ ചുറ്റും ഒരുപാട് പേരുണ്ട് ഹരി, അതുകൊണ്ട് നിനക്ക് ആ അവസ്ഥ മനസ്സിലാവില്ല. ഒരു പരിധി വരെ ഞാനത് ഓവർകം ചെയ്തത് നീ എൻ്റെ ലൈഫിൽ വന്നേ പിന്നെ. നിനക്ക് നിൻ്റെ അമ്മയെ മനസ്സിലാവൂല. എനിക്ക് ഉറപ്പാ, നീ ഒന്ന് ഇരുത്തി ചിന്തിക്കും.